Next topic is linear regression. Okay. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. നമുക്ക് രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ വാട്ട് ഇസ് എ റിലേഷൻഷിപ്പ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് എന്ത് റിഗ്രഷൻ ടൂൾ അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. മൂന്ന് ടൈപ്പ് റിഗ്രഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് റിഗ്രഷൻസ് ആണ് പഠിക്കാനുള്ളത്. ലീനിയർ റിഗ്രഷനും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിഗ്രഷനും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ലീനിയർ റിഗ്രഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ റിഗ്രഷൻ അനാലിസിസ് ഇസ് എ വെരി വൈഡ്ലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് മോഡൽ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. One of these variables is called the predictor variable, whose value is gathered through experiments, and the other variable is called the response variable, whose value is derived from the predictor variable. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ ഈ രണ്ട് വേരിയബിളിൽ ഒരു വേരിയബിൾ നമ്മൾ എന്താ പറയുന്നത് പ്രെഡിക്റ്റർ വേരിയബിൾ എന്ന് പറയും, ആൻഡ് അതർ വൺ ഇസ് കോൾഡ് ദി റെസ്പോൺസ് വേരിയബിൾ. ഓക്കെ, ഇനി പ്രെഡിക്റ്റർ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ്. ഇറ്റ് ഈസ് ഗ്യാതേർഡ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ്. ആൻഡ് റെസ്പോൺസ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് ഈ ഒരു പ്രെഡിക്റ്റർ വേരിയബിളിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് വേരിയബിൾസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. In linear regression, these two variables are related through an equation where exponent of both these variables is 1. അപ്പം ഇവിടെയുള്ള റിലേഷൻ ലീനിയർ റിഗ്രഷൻ ആകുമ്പം ഈ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? ഈ രണ്ട് വേരിയബിളിൻ്റെ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ പവർ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. Okay, so mathematically a linear relationship represents a straight line when അത് നമുക്കറിയാം. ഒരു ലീനിയർ റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ ലീനിയർ റിഗ്രഷൻ്റെ ഒരു കറസ്പോണ്ടിങ് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. Then, mathematically, a linear relationship represents a straight line when plotted as a graph. A non-linear relationship where the exponent of any variable is not equal to 1 creates a curve. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമായിരിക്കും അല്ലേ. ലീനിയർ റിലേഷൻഷിപ്പ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്പൊണൻ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ അതെന്തായിരിക്കും? അത് കർവ് ആയിരിക്കും. 1 ആണെങ്കിൽ അത് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതിന് ജനറൽ ഇക്വേഷൻ തന്നിട്ട് y=ax+b. കണ്ടോ, നമ്മൾ ഇതൊക്കെ വരയ്ക്കുമ്പം സ്ലോപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഇക്വേഷനിൽ y=x+b. ദെൻ ഇതിൽ y എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് റെസ്പോൺസ് വേരിയബിളാണ്. എക്സ് എന്ന് പറഞ്ഞ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രെഡിക്റ്റർ വേരിയബിൾ. എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ് വിച്ച് ആർ കോൾഡ് ദി കോഎഫിഷ്യൻസ്. നെക്സ്റ്റ് സ്റ്റെപ്സ് ടു എസ്റ്റാബ്ലിഷ് എ റിഗ്രഷൻ. ഓക്കെ, അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് a simple example of regression is predicting weight of a person when his height is known. ഒരാളെ ഹൈറ്റ് അറിഞ്ഞാൽ നമുക്കത് അയാളെ വെയിറ്റ് എന്താണെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. To do this, we need to have the relationship between height and weight of a person. അപ്പോൾ നമുക്ക് എന്താണ് വെയിറ്റ് അറിയണമെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പ് വേണമല്ലോ അല്ലേ. സോ നമുക്ക് എങ്ങനെ നോക്കാം? ക്യാരി ഔട്ട് ദി എക്സ്പെരിമെൻറ്റ് ഓഫ് ഗ്യാതറിങ് എ സാമ്പിൾ ഓഫ് ഒബ്സർവ്ഡ് വാല്യൂസ് ഓഫ് ഹൈറ്റ് ആൻഡ് കറസ്പോണ്ടിങ് വെയിറ്റ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? കുറച്ച് സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യാം. Then create a relationship model using LM of function in R. ഈ ആർ ലാംഗ്വേജിൽ LM എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ഇത് തമ്മിൽ, അതായത് ഹൈറ്റും വെയിറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത കുറച്ച് സാമ്പിൾസ് ഇല്ലേ, അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ഫൈൻഡ് ദ കോഎഫിഷ്യൻസ് ഫ്രം ദി മോഡൽ ക്രിയേറ്റഡ് ആൻഡ് ക്രിയേറ്റ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ യൂസിങ് ദിസ്. അതിൻ്റെ കോഎഫിഷ്യൻസ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നമുക്കിങ്ങനെ പ്രോഗ്രാമിംഗ് ലെവലിലേക്കൊന്നും വരുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ അതൊരു സിമ്പിൾ എക്സാമ്പിൾ. അപ്പോൾ ഇതിന് കോഎഫിഷ്യൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ ഗെറ്റ് എ സമ്മറി ഓഫ് ദ റിലേഷൻഷിപ്പ് മോഡൽ ടു നോ ദ ആവറേജ് എറർ ഇൻ പ്രഡിക്ഷൻ, ഓൾസോ കോൾഡ് റെസിഡ്യുവൽസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എറേഴ്സ് ഉണ്ടാവാൻ എറേഴ്സ് ഉണ്ടാവും അല്ലേ. സോ അതിൻ്റെ ആവറേജ് എറേഴ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ എന്താ പറയുക? റെസിഡ്യുവൽസ് എന്നാണ് പറയുക ഇങ്ങനെയുള്ള എറേഴ്സിന് കേട്ടോ. ആൻഡ് ദെൻ ടു പ്രെഡിക്റ്റ് ദ വെയിറ്റ് ഓഫ് എ ന്യൂ പേഴ്സൺ. ഇപ്പോൾ നമ്മൾ കുറേ സാമ്പിൾസ് വെച്ചിട്ടാണല്ലോ പറഞ്ഞല്ലേ. ഇനി നമുക്ക് പുതിയൊരു പേഴ്സണിൻ്റെ
നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വെയിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. കാരണം നമ്മൾ എല്ലാം അങ്ങനെയല്ല, ആദ്യം കുറേ സാമ്പിൾസ് വെച്ചിട്ട് ലേൺ ചെയ്യിപ്പിക്കും, എന്നിട്ട് ആ ലേൺ ചെയ്തത് വെച്ചിട്ടാണ് നമ്മൾ പുതിയത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ കുറേ സാമ്പിൾസ് വെച്ച് കണ്ടുപിടിച്ച് അതിൽ എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചൊക്കെ കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് നമുക്ക് പുതിയൊരു പേഴ്സണിൻ്റെ ഹൈറ്റ് കിട്ടിയിട്ട് അയാളുടെ വെയിറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രെഡിക്റ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഇവിടെ സിമ്പിളല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡാറ്റ എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വാല്യൂസ് ഓഫ് ഹൈറ്റും ഉണ്ട്, കുറച്ച് കണ്ടോ വെയ്റ്റിന് കുറച്ച് വാല്യൂസും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം ഫംഗ്ഷൻ യൂസ് ചെയ്തു. എല്ലാം ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പിൽ ബിറ്റ്വീൻ ദി ഹൈറ്റ് ആൻഡ് വെയ്റ്റ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് എല്ലാം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി ഈ എല്ലാം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഈ പ്രെഡിക്റ്ററിൻ്റെയും റെസ്പോൺസ്, നമുക്ക് രണ്ട് വേരിയബിൾസ് അങ്ങനെയല്ലേ പറയും, ഒന്ന് നമ്മൾ പ്രെഡിക്റ്റർ വേരിയബിൾ എന്ന് പറയും, മറ്റേ നമ്മൾ റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയും. സോ അതിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ എല്ലാം ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആൻഡ് എല്ലാം ഫംഗ്ഷൻ്റെ ഒരു ബേസിക് സിൻടാക്സ് ഇതാണ് വരുന്നത്, എല്ലാം ഫോർമുല കോമ ഡാറ്റ. അതിൻ്റെ ഒരു ഫോർമുല ഉണ്ടാവില്ല കണ്ടുപിടിക്കാനുള്ളത്, കോമ എന്തൊക്കെയാണ് നമ്മളെ ഡാറ്റ. ഫോർമുല ഇസ് എ സിമ്പിൾ റെപ്രസെൻറ്റിംഗ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സിന് വൈൻ്റെ അങ്ങനെയല്ലേ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു കേസിൽ നമുക്ക് എക്സ് വൈൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്ന യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഫോർമുല. ആൻഡ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മളെ വെക്റ്ററിലുള്ള ഡാറ്റാസ്. അതിനൊരു എക്സാമ്പിൾ നേരത്തെ തന്ന ഇത് നമ്മളതിൽ കയറ്റി എല്ലാ ഡാറ്റാസും ആ വെക്റ്റർ ഡാറ്റാസ് പറഞ്ഞു. നമ്മൾ റിലേഷൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്താ കൊടുക്കുന്നത്, എല്ലാം വൈ ടിൽറ്റ് എക്സ്, കണ്ടോ വൈ റേസ് ടു എക്സ്, എന്നിട്ട് അതിൻ്റെ ഇത് കണ്ടുപിടിക്കുകയാണ്. ദെൻ വെൻ വി എക്സിക്യൂട്ട് ദ എബോവ് കോഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഫോളോ. അതിൻ്റെ റിസൾട്ടാണ് ഇതാ ഇവിടെ വരുന്നിട്ടുള്ള ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇങ്ങനെ വരുന്നു എന്നുള്ളത്. ഈ പ്രോഗ്രാം വേണ്ട, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രെഡിക്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഫംഗ്ഷൻ വെച്ചിട്ട് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. സോ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുക അല്ലേ. നമുക്ക് വേണ്ടത് ഒരു പുതിയൊരു ഡാറ്റ, പുതിയൊരു ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രെഡിക്റ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ഒബ്ജക്റ്റ് ന്യൂ ഡാറ്റ. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോർമുല വിച്ച് ഈസ് ഓൾറെഡി ക്രിയേറ്റഡ് യൂസിങ് ദ എല്ലാം. നമ്മൾ നേരത്തെ എല്ലാം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ കൊടുത്ത ഫോർമുല ഇല്ലേ, അത് തന്നെയാണ് എന്തിൽ വരിക, നമ്മുടെ പ്രഡിക്റ്റിലുള്ള ഒബ്ജക്റ്റിൽ വരിക. ന്യൂ ഡാറ്റ പറഞ്ഞാൽ എന്താണ്, പുതിയ വാല്യൂ, അതായത് ഹൈറ്റിൻ്റെ വാല്യൂസ്. ഹൈറ്റ് നമുക്കറിയാം, നമുക്ക് വെയിറ്റ് അറിയില്ല. അപ്പം ന്യൂ വെക്റ്റർ ഓഫ് പ്രഡിക്റ്റീവ് വാല്യൂസ്. നമ്മളിവിടുത്തെ പ്രഡിക്റ്റീവ് വാല്യൂ പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ആണ് അല്ലേ. നമുക്കതിന് വെയിറ്റ് കണ്ടുപിടിക്കണം. ഇതാ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ജസ്റ്റ് ഈ ഒരു കോഡ് അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഇത്രയാണ് ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് എക്സാമിൻ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലീനിയർ റിഗ്രഷൻ. നമുക്ക് ഇവിടെ ലീനിയർ റിഗ്രഷൻ പ്രകാരമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഇതെന്തായിരിക്കും, അതിൻ്റെ ഇവിടെ നമ്മളുള്ള ഫോർമുല എന്ന് പറയുന്നത് ഈ രണ്ട് വേരിയബിളിൻ്റെയും എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1 ആയിരിക്കും അല്ലേ. ആൻഡ് നമുക്ക് ഇതിൽ കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന നമ്മൾ അല്ലെങ്കിൽ അത് പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഗ്രാഫ് കിട്ടുന്നത് നമുക്ക് എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. ഇനി ലീനിയർ റിഗ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പ്രെഡിക്റ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുമാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ കുറേ സാമ്പിൾ ഡാറ്റാസ് കൊടുക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ തന്നൊരു എക്സാമ്പിൾ ഒരു ഹൈറ്റ് കിട്ടിയിട്ട് വെയിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യം കുറേ സാമ്പിൾ ഡാറ്റാസ് വെച്ചിട്ട് മെഷീനെ ലേൺ ചെയ്യിപ്പിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഡാറ്റ കൊടുത്തിട്ട് അതിൻ്റെ വേരിയബിൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾസ് ഉണ്ട് പറഞ്ഞു. ആ രണ്ട് വേരിയബിൾസ് നമ്മളൊന്ന് പ്രെഡിക്റ്റീവ് വേരിയബിൾ എന്നും ഒന്ന് റെസ്പോൺസ് വേരിയബിൾ എന്നുമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഇസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ടേമിൽ തന്നെ ഉണ്ട്, നമുക്ക് മറ്റേ 2 വേരിയബിളായിരുന്നു, ഇവിടെ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ വേരിയബിൾസ് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഒരു പ്രഡിക്റ്ററും ഒരു പ്രഡിക്റ്റർ വേരിയബിളും ഒരു റെസ്പോൺസ് വേരിയബിളും ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. ബട്ട് ഹിയർ വി ഹാവ് മെനി പ്രഡിക്റ്റർ, മോർ ദാൻ 1 പ്രഡിക്റ്റർ വേരിയബിൾ ആൻഡ് 1 റെസ്പോൺസ് വേരിയബിൾ. റെസ്പോൺസ് വേരിയബിൾ ഒന്നായിരിക്കും ഉണ്ടാവുക, പ്രഡിക്റ്റർ വേരിയബിൾസ് മോർ ദാൻ 1 ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫങ്ഷൻസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് ഇതാണ്, നമുക്ക് പ്രഡിക്റ്റർ വേരിയബിൾസ് മോർ ദാൻ 1 വരും. അതിൻ്റെ ഒരു വായിച്ചുതരാം. മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ലീനിയർ റിഗ്രഷൻ ഇൻ ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോർ ദാൻ 2 വേരിയബിൾസ്. ഓക്കെ, in simple linear relation we have 1 predictor and 1 response variable, but in multiple regression we have more than 1 predictor variable and 1 response variable. Okay, then in the syntax എന്താ പറഞ്ഞാൽ, y equals a plus b1 x1 b2 x2 plus etc bn xn. ഈ ഒരു ഫോമാറ്റിലായിരിക്കും ഉണ്ടാവുക. വൈൻ്റെ നേരത്തെ y ഈക്വൽ ടു നമ്മൾ എ എക്സ് പ്ലസ് ബി അങ്ങനെയല്ലേ കണ്ടേ. ഇവിടെ നമുക്ക് എന്താണ്, ഒന്നിലധികം വേരിയബിൾസ് ആയിരിക്കും പ്രഡിക്റ്റേഴ്സ് സൈഡിൽ ഉണ്ടാവുക. ഓക്കെ, ഹിയർ y ഈസ് ദ റെസ്പോൺസ് വേരിയബിൾ അല്ലേ. y നമ്മൾ റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയും. a1 b1 b2 എന്നൊക്കെ പറയുന്നത് എന്താണ്, ദേ ആർ ദി കോഎഫിഷ്യൻസ് അല്ലേ. x1 x2 എക്സെട്ര x എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയും, അതിന് നമ്മൾ പ്രഡിക്റ്റർ വേരിയബിൾ എന്ന് പറയും. ക്ലിയർ അല്ലേ. നേരത്തെ നമുക്ക് ഒരു സിംഗിൾ വേരിയബിൾ ആയിരുന്നു പ്രഡിക്റ്ററിൽ ഉണ്ടായിരുന്ന ഇക്വേഷൻ, ആ ഒരു ഫോമിലായിരുന്നു അല്ലേ, എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്, ഒന്നിലധികം പ്രഡിക്റ്റർ വേരിയബിൾസ് ആണ് വരുന്നത്. ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹിയർ വി ക്രിയേറ്റ് ദ റിഗ്രഷൻ മോഡൽ യൂസിങ് ദി LMO ഫംഗ്ഷൻ ഇൻ ആർ. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ LM ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മോഡൽ ഡിറ്റർമൈൻസ് ദ വാല്യൂ ഓഫ് ദ കോഎഫിഷ്യൻറ്റ് യൂസിങ് ദ ഇൻപുട്ട് ഡാറ്റ. നെക്സ്റ്റ് വി ക്യാൻ predict the value of the response variable for a given set of predictor variable using these coefficients. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, റെസ്പോൺസ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി എല്ലാം ഫംഗ്ഷൻ നിങ്ങൾ നോക്കൂ. എല്ലാം ഫംഗ്ഷൻ നേരത്തെ കണ്ട പോലെ തന്നെ, നേരത്തെ നമ്മൾ y raised to x എന്നായിരുന്നു കണ്ടല്ലേ, കാരണം രണ്ടല്ലേ ഉണ്ടായിരുന്നു, LM of y raised to x. ഇവിടെ നമുക്ക് എന്താ വരുന്നത്, LM of y raised to x1 plus x2 plus x3 plus etc കോമ ഡാറ്റ. നേരത്തെ നമ്മൾ ഫസ്റ്റ് അല്ലേ y ഓഫ് ഫോമുല, നമ്മുടെ ഇക്വേഷൻ എന്താണോ അത് കോമ ഡാറ്റ ആയിരുന്നു അല്ലേ ലീനിയറിൽ. അത് ആ ഫോമുല എന്ന് പറയുന്നത് എന്തായിരുന്നു, y ഓഫ് LM ഓഫ് y raised to x എന്നായിരുന്നു നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ നമുക്ക് y ഓഫ് എന്നല്ല LM ഓഫ് y raised to x1 x2 x3 അങ്ങനെ എല്ലാം വരും, x1 plus x2 plus x3 plus etc xn വരെ വരും, കോമ ഡാറ്റ. ക്ലിയർ. ഫോർമുല ഇസ് സിമ്പിൾ. ഫോർമുല നമ്മൾ ഫസ്റ്റ് കാണുന്നത് കേട്ടോ. ഇറ്റ് ഇസ് സിമ്പിൾ പ്രസൻറ്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റെസ്പോൺസ് വേരിയബിൾ ആൻഡ് പ്രഡിക്റ്റർ വേരിയബിൾ. ഓക്കെ, ആൻഡ് ഡാറ്റ പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഡാറ്റ. നമ്മൾ ഫസ്റ്റ് ഡാറ്റ കൊടുക്കില്ലേ, കുറച്ച് സാമ്പിൾസ് കൊടുക്കുന്നില്ലേ, അതാണ് ആ വെക്റ്ററാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിലൊരു എക്സാമ്പിൾ പറയണ്ടേ, നേരത്തെ എംപ്റ്റി കാസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ അതൊന്നും വേണം എന്നില്ല, നിങ്ങൾ മറ്റേത് മാത്രമേ ചോദിച്ചാൽ മതി, തിയറി മതി, ഇത് വേണ്ട. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലീനിയർ റിഗ്രഷനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിഗ്രഷനും. ഓക്കെ.